നമസ്കാരം. ഇറാനിപ്പട അമേരിക്കയിൽ ഇടിച്ചുകയറി. ഇറാന്റെ ആക്രമണത്തിൽ ട്രംപ് ഞെട്ടിപ്പോകുന്നു. അമേരിക്കയുടെ വ്യോമപാത ലംഘിച്ച് കടന്നുകയറി ഇറാന്റെ ഡ്രോണുകൾ. ഇത് കണ്ട് അമേരിക്കയും ട്രംപുമൊക്കെ ഞെട്ടിത്തരിക്കുന്ന ഒരു സാഹചര്യം. വന്നത് ഡ്രഗ് മാഫിയയുടെ ഡ്രോണുകൾ എന്ന് അമേരിക്ക പറയുമ്പോഴും അമേരിക്കയുടെ ഭയം അല്ലെങ്കിൽ ട്രംപിന്റെ ഭയം എന്ന് പറയപ്പെടുന്നത് ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ സംഘർഷം വല്ലാതെ ഭീതിതമാക്കുന്ന അവസ്ഥയിൽ വിമാനത്താവളം അടക്കം അടച്ചിടേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അമേരിക്ക ചെന്നെത്തിയിരിക്കുന്നു. അമേരിക്കയുടെ വ്യോമപാത ലംഘിച്ച് അമേരിക്കയിലേക്ക് കടന്നു കയറിയ ഏതാനും ഡ്രോണുകൾ അമേരിക്കയിൽ ആകെ പരിഭ്രാന്തി പരത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടെക്സാസിനടുത്തുള്ള എൽപാസോ വിമാനത്താവളം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അടച്ചിട്ടിരിക്കുന്നു. അടുത്ത 10 ദിവസത്തേക്ക് അത്തരത്തിൽ അടച്ചിടുമെന്നാണ് ആദ്യം അറിയിപ്പുണ്ടായിരുന്നത് എങ്കിലും പിന്നീട് പെന്റഗൺ ഉദ്യോഗസ്ഥർ ഡ്രോണുകളെ നിർവീര്യമാക്കിയതോടെ വീണ്ടും വിമാനത്താവളം തുറന്നു പ്രവർത്തിക്കുകയായിരുന്നു. മെക്സിക്കോ US അതിർത്തി പ്രദേശത്താണ് എൽപാസോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെ അമേരിക്കയുടെ ചാരക്കണ്ണുകൾ വെട്ടിച്ച് ഡ്രോണുകൾ അമേരിക്കയുടെ വ്യോമപാതയിൽ കടന്നു കയറി എന്നത് ആശങ്കയുണർത്തുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ വ്യോമപാതയും ലംഘിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് ട്രംപിനെ അടക്കം പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾ നേരം എന്തായാലും അമേരിക്കയെ ഞെട്ടിവിറപ്പിക്കുവാൻ ആ ഡ്രോണുകൾക്ക് കഴിയുന്നതാണ്. എവിടെ നിന്നാണ് ആ ഡ്രോണുകൾ എന്നതിന് ആദ്യം വിശദീകരണം ഉണ്ടായില്ല എങ്കിലും പിന്നീട് മെക്സിക്കോയിൽ നിന്നും ഡ്രഗ് മാഫിയ അയച്ച ഡ്രോണുകളാണ് എന്നാണ് അമേരിക്ക വിശദീകരിക്കുന്നത്. ഇറാനുമായും വെനസ്വേലയും സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പരക്കുന്നുണ്ട്. എന്തായാലും ഡ്രോണുകൾ എത്തി എന്നറിഞ്ഞതോടെ എൽപാസോ വ്യോമപാത അല്ലെങ്കിൽ വിമാനത്താവളം അമേരിക്ക അടച്ചുപൂട്ടുകയായിരുന്നു. ഇതേ തുടർന്ന് ഏതാനും വിമാനങ്ങൾ എൽപാസോ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അധികം വൈകാതെ തന്നെ വിമാനത്താവളം തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു. സ്ഥിതിഗതികൾ വീണ്ടും പഴയതുപോലെ ആക്കാനും കഴിഞ്ഞു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇപ്പോഴും ട്രംപ് യഥാർത്ഥ സംവിധാനത്തിലേക്ക് സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, മെക്സിക്കോയിൽ നിന്നും ഡ്രഗ് മാഫിയ അയച്ച ഡ്രോണുകളാണ് എന്ന് അമേരിക്ക വിശദീകരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അമേരിക്കയും ട്രംപും നടുങ്ങി വിറച്ചിരിക്കുന്നത്? കാരണം കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ഏതാനും മണിക്കൂർ നേരം അമേരിക്കയെ മൊത്തത്തിൽ ഞെട്ടിക്കുന്ന തരത്തിൽ വിറപ്പിക്കുന്ന തരത്തിലേക്ക് ആ ഡ്രോണുകൾക്ക് എത്താൻ കഴിയുന്നുള്ള ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് വെനിസ്വേലയുടെ നിക്കോളസ് മഡുറോയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളും ഇറാനിൽ ബോംബ് വർഷം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ട്രംപിനെയും ഏത് വിധേനയും തകർക്കാൻ കഴിയുമെന്നുള്ളതിന്റെ സൂചനകളാണ് ഈ വരുന്നത്. അതായത് അമേരിക്കയുടെ വ്യോമപാതയിൽ അടക്കം കടന്നു കയറാൻ കഴിയുന്ന തരത്തിലേക്ക് ഇറാനിയൻ ഡ്രോണുകളാണ് എത്തിയിട്ടുള്ളത് എങ്കിൽ അമേരിക്കയെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള വരവ് തന്നെയാണ്. ഇനി അതല്ല, വെനസ്വേലയിൽ നിന്നുള്ള ഡ്രോണുകളാണ് അത് വന്നിട്ടുള്ളതെങ്കിൽ വെനസ്വേലയിലെ നിക്കോളസ് മഡുറോയെ തകർത്തതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അത്തരത്തിലുള്ള ഡ്രോണുകൾ പറന്നിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിനെ വിറപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ ട്രംപിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള അമേരിക്കയുടെ വ്യോമപാതയെ വരെ ലംഘിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് ട്രംപിന് കൊടുക്കുകയും അത്തരത്തിൽ ഈ ഡ്രോണുകളെ ഇടിച്ചു കയറ്റുവാൻ അമേരിക്കയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് എന്നുണ്ടെങ്കിൽ അത് ഇറാനെ പോലെയുള്ള ഒരു രാജ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് US അമേരിക്കയുടെ വ്യോമപാതകളൊക്കെ ലംഘിച്ച് കടന്നു കയറുന്ന തരത്തിലേക്ക് ഡ്രോണുകൾ എത്തപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇറാനിപ്പട തന്നെയാണ്. ഇറാന്റെ ഈ ആക്രമണത്തിൽ സത്യത്തിൽ ട്രംപ് ഞെട്ടിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും പറയുന്നത് ഡ്രഗ് മാഫിയ അയച്ച ഡ്രോണുകളാണ് എന്ന്. അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുവാനാണ് ഈ ഡ്രോണുകളെ കുറിച്ച് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രംപിനറിയാം ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ കൈകളുണ്ട് എന്ന്. അമേരിക്കയിൽ ഇടിച്ചു കയറി ചെല്ലുവാൻ ഇറാനിപ്പടയ്ക്ക് കഴിയുന്നുണ്ട് എങ്കിൽ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ചെറിയ ആക്രമണത്തിന്റെ സൂചനകൾ ഇറാനിപ്പടയ്ക്ക് നേരെ നടത്തുന്ന നിമിഷം ട്രംപും അമേരിക്കൻ പടയും കരുതിയിരിക്കുക. ഏത് വിധേനയും ഇറാൻ എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഇറാനിപ്പട എന്ന് പറയപ്പെടുന്നത് ശക്തരാണ് എന്നുള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ ആയുധശേഖരം എന്ന് പറയപ്പെടുന്നത് അമേരിക്കയേക്കാൾ വലുതാണ് എന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ അവരുടെ ആക്രമണം എന്ന് പറയുന്നത് വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചതിന് ശേഷം വളരെ കൃത്യമായിട്ടുള്ള പോയിന്റുകളിലേക്കായിരിക്കും അവരുടെ ആക്രമണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ്, കാരണം കഴിഞ്ഞ തവണ അവർക്ക് ഒരു 6 മാസത്തിന് മുമ്പ് ലഭിച്ച ആ ആക്രമണത്തിന്റെ ശക്തി അതിൽ നിന്ന് അവർ മുക്തരാക്കിയിട്ടില്ല. അത് മാത്രമല്ല, അവർക്ക് പെട്ടെന്ന് കിട്ടിയ ആ തിരിച്ചടി ആയതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വളരെ പ്ലാനിങ്ങോട് കൂടിയായിരിക്കും അമേരിക്കയ്ക്കെതിരെയും ആണെങ്കിലും ഇസ്രായേലിനെതിരെ ആണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടിയായിരിക്കും ഇറാൻ നൽകാൻ പോകുന്നത്.
ഇറാൻ ഒന്ന് പിടിമുറുക്കി കഴിഞ്ഞാൽ അമേരിക്ക തകർന്ന് തരിപ്പണമാകുമോ ചാമ്പലാകുമോ എന്നൊന്നും പറയുന്നില്ല. കാരണം ഇറാനെക്കാട്ടിലും കൂടുതൽ ആയുധ ശേഖരമുള്ളത് അമേരിക്കയ്ക്ക് തന്നെയാണ്. യുദ്ധതന്ത്രങ്ങളും അവിടെ തന്നെയാണ്. പക്ഷെ അവരുടെ നേതാവ് എന്ന് പറയപ്പെടുന്ന ഒരു മൊണ്ണയായതുകൊണ്ടും ഒരു പൊട്ടനായതുകൊണ്ടും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മണ്ടനായതുകൊണ്ടുമാണ് അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴൊരു യുദ്ധത്തിലേക്ക് ഈ ലോകത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് പോലും അത്തരത്തിൽ ട്രംപിന്റെ ബുദ്ധി ഇല്ലായ്മയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇറാനെയൊക്കെ ഈ സമയത്തിന് ചെന്ന് കടന്നാക്രമിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആ സമയത്താണ് അമേരിക്ക വെനസ്വേലയിലെയും ഗ്രീൻലാൻഡിലെയും ചടങ്ങുകൾ കഴിഞ്ഞ് നേരെ ഇറാനിലേക്ക് തങ്ങളുടെ ആക്രമണ സാധ്യത അല്ലെങ്കിൽ ആക്രമണ പാത തുറന്നുവിട്ടത് എന്നുള്ളതാണ്. ഇതൊരിക്കലും ആശാസ്യമായ കാര്യമല്ല. ഇറാന്റെ ആക്രമണം എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നതായിരിക്കും. ആ ആക്രമണത്തെ ചിലപ്പോൾ തടുക്കുവാൻ ഈ അമേരിക്കൻ പടയ്ക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. അത് കപ്പൽപ്പടയാണെങ്കിലും വ്യോമപ്പടയാണെങ്കിലും ഏത് പടയ്ക്കാണെങ്കിലും ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണം എന്ന് പറയപ്പെടുന്നത് അപ്രതീക്ഷിതമായിരിക്കും. ആ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമാകും അമേരിക്കയും ട്രംപും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെയും വളരെ ബുദ്ധിപൂർവമായിട്ട് കണ്ടുപിടിച്ചിട്ട് തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇറാൻ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ സജ്ജമാണ്. ഇറാന്റെ ആക്രമണം എന്ന് പറയപ്പെടുന്നത് ഏത് നിമിഷവും ഉണ്ടായേക്കാം. ഇറാനെതിരെ പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലുകൾ ഇനിയും ട്രംപ് തുടർന്നു വന്നാൽ ഏത് നിമിഷം വേണോ, ഇപ്പൊ തന്നെ US വ്യോമപാത ലംഘിച്ചുകൊണ്ട് കടന്നു കയറിയ ഡ്രോണുകളെ ഡ്രഗ് മാഫിയയുടെ ഡ്രോണുകൾ എന്ന് വേണമെങ്കിൽ ന്യായീകരിച്ച് US സമാധാനിക്കാം. പക്ഷെ കടന്നു വരുന്നത് ഇത്തരത്തിൽ തന്നെയായിരിക്കും. അപ്രതീക്ഷിതമായിട്ട് അമേരിക്കയുടെ വ്യോമപാതകളെ ലംഘിച്ചുകൊണ്ടും വരാൻ കഴിയുമെന്ന് കാണിക്കുന്ന തരത്തിൽ ഇറാനിപ്പട കരുത്തരാണ്. ഇറാനിപ്പടയ്ക്ക് ഏത് നിമിഷവും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബോംബ് വർഷം അമേരിക്ക നടത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല.